സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് അളവില്ലാത്ത വിധത്തിൽ നിറച്ചു തരാനാണ് ഈശോ ഈ ശുശ്രൂഷ ഇവിടെ ഒരുക്കിയിരിക്കുക. ഈശോയുടെ കൃപയാൽ കുറേ ദിനങ്ങൾ, നമ്മൾ 1 മാസത്തിലേറെ ദിനങ്ങൾ പിന്നിട്ടു. 40 ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 40 ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പുണ്യകർമ്മങ്ങളും ഭക്തിയിൽ വളരാനുള്ള ആഗ്രഹവും അവസാനിക്കുന്നില്ല. അത് നമുക്ക് തുടരാം, മരണം വരെയും തുടരാം. അത് നമുക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ എന്നാഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. 31-ാമത്തെ സന്ദേശം. പരിശുദ്ധ അമ്മ 1999 മാർച്ച് 25 തന്നതാണ്. മാർച്ച് 25 മംഗളാവാർത്ത തിരുനാളാണല്ലോ. മിക്ക സന്ദേശങ്ങളും ഇങ്ങനെ അമ്മയുടെ തിരുനാളിനോടൊക്കെ അനുബന്ധിച്ച് അമ്മ തരുന്നത്. ആ ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് പല ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും നോമ്പെടുത്തും ത്യാഗങ്ങൾ സമർപ്പിച്ചും ഒക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ തരാൻ പരിശുദ്ധ അമ്മ വന്നിട്ടുള്ളത്. അമ്മ പറയുന്നു, പ്രിയ മക്കളെ, യേശുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ. അമ്മ ആശംസിക്കുകയാണ് മക്കൾക്ക് സമാധാനം, യേശുവിൻ്റെ സമാധാനം. ദൈവം മനുഷ്യനായി അവതരിക്കാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത പാവപ്പെട്ട കന്യകയായ ഞാൻ, എന്നാൽ ഇന്ന് പിതാവിൻ്റെ കൃപയാൽ ത്രിലോകത്തിൻ്റെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട നിങ്ങളുടെ അമ്മയായ ഞാൻ നൽകുന്ന അന്ത്യശാസനങ്ങൾ വൃഥാവിലാക്കരുതേ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞൊരു സന്ദേശം തുടങ്ങുന്നത് അങ്ങനെയാണ്. മക്കളെ, നിങ്ങൾക്ക് അരോചകമാകാതിരിക്കട്ടെ ഞാൻ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ടല്ലേ അമ്മ അങ്ങനെ പറയണേ. അതുകൊണ്ട് നമുക്ക് തീക്ഷ്ണതയോടെ, ജാഗ്രതയോടെ, ജാഗരൂകതയോടെ ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാം. മക്കളെ, പാപത്തിൻ്റെയും അശുദ്ധിയുടെയും ദുരഭിമാനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പോർവിളികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകമക്കൾ എൻ്റെ തിരുക്കുമാരനെ വീണ്ടും കാൽവരിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈശോ അന്ന് കുരിശുമരണം അനുഭവിച്ചതല്ലേ എന്ന് വിചാരിച്ച് ആശ്വസിക്കേണ്ട. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കർത്താവിന് വീണ്ടും ആ വേദന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. മനുഷ്യാവതാരം വഴി ദൈവം അനുഭവ സീമകളെ തന്നെ മറികടന്ന് ദൃശ്യമേഖലയിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ്. എന്നാൽ കാരുണ്യ നിറവിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ ക്രൂരത വർദ്ധിച്ചിരിക്കുന്നു. ഓരോ മക്കളുടെയും ആത്മീയാവസ്ഥ ജീർണിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപേ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, മന്ദതയുടെ ആത്മാവിനെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി അവിടുത്തെ കൃപയുടെ ആത്മാവിനെ അവിടുന്ന് വർഷിക്കുന്നു. എന്നാൽ കൃപ സ്വീകരിച്ച് അന്തർനേത്രങ്ങളെ തുറന്ന് അവിടുത്തേക്ക് വേണ്ടി ഹൃദയങ്ങളെ അലങ്കരിക്കുവാൻ, സ്നേഹം കൊണ്ട് അവിടുത്തെ ആശ്വസിപ്പിക്കുവാൻ ഇന്ന് ആരുണ്ട്? അമ്മയുടെ ചോദ്യം മക്കളോട്. മന്ദതയും തീഷ്ണതയില്ലായ്മയൊക്കെയുള്ള ആത്മാക്കളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, ആ മന്ദതയുടെ ആത്മാവിനെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി, അലസത നീക്കുന്നതിന് വേണ്ടി കൃപയുടെ ആത്മാവിനെ അവിടുന്ന് വർഷിക്കുന്നുണ്ട്. ആ കൃപാവർഷം, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർഷം സ്വീകരിക്കാതിരിക്കുമ്പോൾ
നമുക്ക് സംഭവിക്കുന്നത് എന്താ? കൃപ സ്വീകരിച്ച അന്തർനേത്രങ്ങളെ തുറന്ന് അവിടത്തേക്ക് വേണ്ടി ഹൃദയങ്ങളെ അലങ്കരിക്കുവാൻ. എങ്ങനെയാണ് ഹൃദയങ്ങളെ അലങ്കരിക്കുന്നത്? സ്നേഹം കൊണ്ട്, രക്ഷ കൊണ്ട് അലങ്കരിച്ചിട്ട് ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കാൻ ഇന്ന് ആരുണ്ട്? യെശയ്യാ പ്രവാചകൻ ഉത്തരം കൊടുത്തു, ഞാനുണ്ടെന്ന്. ആരെനിക്കായി പോകുമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പോകാൻ കർത്താവേ എന്ന്. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ചോദിക്കുക, ഇത്രയും ക്രൂരത വർദ്ധിച്ചിട്ട് കാരുണ്യവാനായ ദൈവത്തെ മനുഷ്യൻ പാപം ചെയ്ത് വലിച്ചിഴയ്ക്കുമ്പോൾ സ്നേഹം കൊണ്ട് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ, ആത്മാക്കളെ നേടാൻ, കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് മന്ദത നീക്കി, അലസത നീക്കി, തീക്ഷ്ണമതികളായിട്ട് ഈശോയെ ആശ്വസിപ്പിക്കാൻ ആരുണ്ട് എന്ന് ഈ ചാനലിലൂടെ ഈശോ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹൃദയത്തിൽ കരങ്ങൾ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ, ഞാനുണ്ട് അമ്മേ എന്ന്? അമ്മയുണ്ട് എപ്പോഴും. കുഞ്ഞെ, നീയുണ്ടോ? ഉണ്ടെങ്കിൽ മൗനമായിട്ടൊരു നിമിഷം പറയാം, അമ്മേ ഞാനുമുണ്ട് ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കാൻ. ഞാനിനി അലസയായി ഇരിക്കില്ല. എൻ്റെ ദുരിതങ്ങളെ ഓർത്ത്, എൻ്റെ കഷ്ടതകളെ ഓർത്ത് കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. ദൈവം എനിക്ക് ഇട്ട് തന്നിരിക്കുന്ന മുത്തുകളാണത്, ആ സഹനങ്ങളാണത്. ആ മുത്തുകളെടുത്ത് ആത്മാക്കളെ വ്യാപാരം ചെയ്ത് നേടേണ്ടവനാണ് ഞാൻ. സഹനമാകുന്ന മുത്തുകളെ കൊണ്ട് ആത്മാക്കളെ നേടുന്ന വ്യാപാരത്തിൽ ഏർപ്പെടേണ്ടവനാണ് ക്രിസ്ത്യാനി. എനിക്കതറിയില്ലായിരുന്നു. അമ്മേ ക്ഷമിക്കണമേ. സ്വർഗത്തിൽ ആത്മാക്കളെ കൊണ്ട്, വിശുദ്ധിയുള്ള ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ ഈ ബലഹീനനും പാപിയുമായി എനിക്കും ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. ആമേൻ. അത് സംഭവിക്കട്ടെ. ആത്മീയതയിൽ വളരുന്നവരെ നിരാശയിലാഴ്ത്തി സ്വയം അഹങ്കരിച്ച് പൈശാചിക പ്രലോഭനങ്ങളിൽ വളരാനാണ് ഇന്ന് ഭൂരിഭാഗം മക്കളും ആഗ്രഹിക്കുന്നത്. ആത്മീയരെ കാണുമ്പോൾ, വലിയ പ്രാർത്ഥനാക്കാരനാ, എന്നിട്ട് എന്തേ നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചേ? എപ്പോഴും ബൈബിൾ പിടിച്ച് നടന്നാൽ കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഇതാണോ നിൻ്റെ ജീവിത വൃത്തിക്കുള്ള ഉപായം എന്നൊക്കെ ചോദിച്ച് പലരും നമ്മൾ കളിയാക്കുന്നല്ല, അങ്ങനെയുള്ള കളിയാക്കലൊക്കെ കിട്ടിയതുകൊണ്ട് പറയാം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതലേ അത് കിട്ടുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്നും ഒരു 5 പൈസയുടെ ഒരു സാധനം വാങ്ങാതെ ജീവിച്ച നാളുകളിലാണ് ഇതൊക്കെ കേൾക്കുന്നത്. സാരമില്ല, അതൊക്കെ ഞങ്ങളെ വളർത്തിയിട്ടുള്ളൂ കേട്ടോ. കഞ്ഞി കുടിക്കാനായിട്ട് ആരുടെ മുൻപിൽ കൈ നീട്ടാൻ ദൈവം ഇതുവരെ ഇടവരുത്തിയിട്ടില്ല. ഇവിടെ വരുന്നവരിൽ നിന്ന് ഒരു പൈസ പോലും നേർച്ച കാഴ്ചയായിട്ട് സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിക്കുകയില്ല. പട്ടിണി കിടന്ന് മരിച്ചാലും കർത്താവിലുള്ള സംതൃപ്തി മാത്രം മതി. അങ്ങനെയാണെങ്കിൽ കോടികൾ നേടാമായിരുന്നു. ഞങ്ങളുടെ പുണ്യം വിളിച്ചു പറയുന്നതല്ല. പണസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് ആത്മീയത നമ്മൾ കണ്ടാൽ അവിടെ കഴിഞ്ഞു, തകർന്നു, തളർന്നു, അവസാനിച്ചു ആത്മീയത. അതുകൊണ്ട് ആത്മീയതയിൽ വളരുന്നവരെ കാണുമ്പോൾ അസൂയപ്പെടരുത്. ഞാൻ ഒത്തിരി വളർന്നവളൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ആദ്യ പടിയിൽ നിൽക്കുന്ന ഒരു ചെറിയ ബാലിക. ഞാൻ വളർന്നിട്ട് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരെ നിരാശയിലാഴ്ത്തി സ്വയം അഹങ്കരിച്ച് ആത്മീയതയിൽ വളരുന്നവരെ നിരാശയിലാഴ്ത്താൻ നമ്മൾ കുറേ ശ്രമിക്കാറുണ്ട്, കുറ്റം പറഞ്ഞിട്ട്, അവരുടെ ജീവിതത്തെയൊക്കെ കുറിച്ച് മുൻവിധി നടത്തിയിട്ട്. അങ്ങനെ ചെയ്യരുത്. സ്വയം അഹങ്കരിച്ച് പൈശാചിക പ്രലോഭനങ്ങളിൽ വളരാനാണ് ഇന്ന് ഭൂരിഭാഗം മക്കൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയിൽ അശുദ്ധി കലർത്തി, കാപട്യവും വഞ്ചനയും കൈമുതലാക്കി മനുഷ്യ രാജാക്കന്മാർ ലോകത്തിൽ നെടുംതൂണുകളായി എല്ലാവർക്കും എല്ലാമായി മാറിക്കൊണ്ടിരിക്കുക. വിശുദ്ധിയിൽ അശുദ്ധി കലർത്തി. വിശുദ്ധരാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിൽ അവർക്ക് അശുദ്ധി ഉണ്ടാവുമായിരിക്കും. എല്ലാവരെയും അല്ല കേട്ടോ, അമ്മ പറഞ്ഞത് ഞാൻ പറയുന്നേ ഉള്ളൂ. മനുഷ്യരുടെ മുൻപിൽ അവർ രാജാക്കന്മാരാണ്, ലോകത്തിൻ്റെ നെടുംതൂണുകളാണ്.
എല്ലാവർക്കും എല്ലാമാണ്. അവരിലും തിന്മ പിശാച് കൈമുതലാക്കി അവരെയും കൊണ്ടു നടക്കുന്നുണ്ട്. എന്നെയോ എൻ്റെ പൊന്നുണ്ണീശോയെയോ വേദനയുടെ അത്യഘാതത്തിലേക്ക് തള്ളിയിടാൻ യാതൊരു മടിയുമില്ല ഇവർക്ക്. എന്നാൽ മക്കളെ, ഈ അവസ്ഥയിലും യേശു നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രഭാഷകൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇരുട്ട് എനിക്ക് മറയാണ്, ഭിത്തികൾ എനിക്ക് കവചമാണെന്ന് കരുതി രഹസ്യ പാപങ്ങൾ ചെയ്യുന്ന മക്കളെ, നീ പാപം ചെയ്യുമ്പോൾ നിന്റെ കർത്താവ് നിന്റെ അരികിലുണ്ടെന്ന് നീ ഓർക്കാറുണ്ടോ? നിന്റെ കർത്താവിൻ്റെ കണ്ണുകളെ അടച്ചു വെച്ചിട്ട്, ആ മനസ്സിൻ്റെ നൊമ്പരത്തെ അടച്ചു വെച്ചിട്ട്, കണ്ടില്ലെന്ന് നടിച്ചിട്ട് നിനക്കൊരു പാപം ചെയ്യാൻ പറ്റുമോ? ചുവന്ന തെരുവുകളിലേക്ക് സ്ത്രീജനത്തെ വലിച്ചിഴച്ചു കൊണ്ടിരുന്ന കാമാസക്തരായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. എനിക്കറിയാം പലവരും മാനസാന്തരപ്പെട്ടത്. ഈ ഒരു കൊച്ചു ശുശ്രൂഷയിലൂടെ മാനസാന്തരപ്പെട്ട വലിയൊരു സമൂഹമുണ്ട്. അതൊക്കെ എന്നെ ധൈര്യപ്പെടുത്തുന്ന എവിടെ നിന്ന് സംസാരിക്കാനായിട്ട്. ഞാൻ ആ സ്ഥലമൊന്നും പറയുന്നില്ല, അവിടുത്തെ ലോഡ്ജുകളിൽ, ചുവന്ന സ്ട്രീറ്റുകളിൽ ഒക്കെ സ്ത്രീകളെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് കോടിപതിയായിരുന്നൊരു മനുഷ്യൻ. ആ കോടിപതിയുടെ നിലവാരത്തിലുള്ള കുറേ മക്കളുമായിട്ടൊരു ദിവസം ഇവിടെ പ്രാർത്ഥിക്കാനല്ല, എന്തോ കേട്ടറിഞ്ഞ് വലിയ അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു, ഇവരുടെ ബിസിനസ്സിൽ ഇനിയും പുരോഗതി ഉണ്ടാകുമോ എന്നറിയാൻ ഇവിടെ വന്നതാ. ഇവിടെ ആരോ പറഞ്ഞു അത്രേ, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ ഒക്കെ പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് അത് വരും ഇത് വരുന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറയാനായിട്ട്. പരിശുദ്ധ അമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ, പരിശുദ്ധാത്മാവ് പ്രചോദനം തന്നാൽ ആരാധനയിലോ പ്രാർത്ഥനയിലോ അത് അവതരിപ്പിക്കുമെന്നല്ലാതെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ചുവന്ന തെരുവ് വലിയ വെള്ളത്തെരുവാവുമെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നു വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഇവിടെയാണ് പ്രാർത്ഥന, ഈ ആലയത്തിലാണ്. അവർ വന്ന് മുട്ടുകുത്തി, ഞാൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ജീവിത പങ്കാളി വന്ന് പറഞ്ഞു അവരൊന്ന് കാണണമെന്ന് പറയുന്നു. മനസ്സുകൊണ്ട് ഒട്ടും കാണാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇവരുടെ രൂപഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന്. കാരണം വടിവത്ത ഷർട്ടും ചങ്ങലകൾ പോലുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ 2 കൈയിലിട്ട്, വലിയ മാലിട്ട്, 10 വിരലിൽ മോതിരങ്ങളിട്ട്, അത് ഇട്ടത് കൊണ്ട് തെറ്റുകാരാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് അവരെ കണ്ടറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് നിങ്ങൾ കണ്ണടച്ചാൽ പറയുന്നതാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. കണ്ണടച്ചിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ ബിസിനസ് വലുതാകണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഏത് ബിസിനസ്സാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ ബിസിനസ് വലുതാക്കാൻ ഞാൻ പ്രാർത്ഥിക്കില്ല. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ അവർ പരസ്പരം നോക്കി, എന്നിട്ട് പറഞ്ഞു ഒരു 5 മിനിറ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിട്ടാൽ മതി. ഞാൻ പറഞ്ഞു ആശീർവദിക്കാൻ ഞാനൊരു പുരോഹിതനൊന്നുമല്ല, നിങ്ങളോട് തർക്കുത്തരം പറയല്ല, പക്ഷെ നിങ്ങളും എൻ്റെ സഹോദരന്മാരാണ്. ഈശോ ആണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളെ സൃഷ്ടിച്ചത് യേശു ആണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം അതിൽ 2-3 പേര് ഇങ്ങനെ വാ പൊത്തിച്ചിരിച്ചു, ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നത് പോലെ. എന്താണേലും ഞാൻ മുട്ടുകുത്തി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ഏറ്റവും എളിമയോടെ ഈശോയുടെ മക്കളെ സമർപ്പിച്ചു, പാപിയായ എന്നെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇവർ വികസിപ്പിച്ചെടുക്കേണ്ട ഇവരുടെ ബിസിനസ് എന്താണെന്ന് ഈശോ മനസ്സിലാക്കി തന്നു. പക്ഷെ ഞാനത് അവരോടായിട്ട് പറഞ്ഞില്ല. അവർ ചെയ്യുന്ന പാപം എന്താണോ അത് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അൾത്താരയിലോ അല്ലെങ്കിൽ സക്രാരിയിലോ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ മക്കളെ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സക്രാരിയിലിരിക്കുന്ന അല്ലെങ്കിൽ ആ അരുളിക്കായിലിരിക്കുന്ന ഈശോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലായിരിക്കുന്നതും, ജപമാല പ്രാർത്ഥന എന്നാൽ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലായിരിക്കുന്ന ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണെന്നും
അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു ബോധ്യമാണ് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു പോയതെന്ന് അവർ പിന്നീട് പറയുകയുണ്ടായി. ഞാൻ അനുഭവം പറയാം. വചനമാലയാണ് ജപമാല. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ രക്ഷാകര രഹസ്യങ്ങളാണ് ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെ അശുദ്ധിക്ക് പ്രവേശനമില്ല. അശുദ്ധരെ വിശുദ്ധരാക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പോയി. പ്രാർത്ഥന കഴിഞ്ഞു, ഒരു 15 മിനിറ്റോളമായ. പക്ഷെ അവർക്ക് അത്രയും സമയമൊന്നും പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ലെന്ന് അവരാദ്യം പറഞ്ഞത്. പിന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈശോ മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിൽ പ്രേരണ കിട്ടിയ ഒരു ജപമാല ചൊല്ലണമെന്ന്. ഞാൻ അവരോട് അനുവാദം ചോദിച്ചില്ല. ഞാൻ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. അവർ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കട്ടെ. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ, വേറെ കുറച്ച് പേര് ആ സമയം പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. ജപമാല ആരംഭിച്ചു. 5 ദിവ്യരഹസ്യങ്ങൾ പൂർത്തീകരിച്ച് കാഴ്ചവെപ്പിൻ്റെ പ്രാർത്ഥന നടത്തി. ഞാൻ എഴുന്നേറ്റിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് കരയുന്നുണ്ട്. എൻ്റെ വാക്കുകളുടെ ഘോരത കൊണ്ടൊന്നുമല്ല, അഭിഷേകം കൊണ്ടുമല്ല, പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. അവരെ നേടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കണ്ടപ്പോൾ അവർ കളിയാക്കാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വലുതാക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ടാണെങ്കിലും ഇവിടെ വന്നു. ഈശോ ആണ് അവരെ കൊണ്ടുവന്നത്. വലിയ മാനസാന്തരം ഉണ്ടായി. ആ ബിസിനസ് അവർ അവസാനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറേ കാര്യങ്ങളുണ്ട് അതിൽ, ഞാൻ ചുരുക്കി പറയാം. അവരതിനുള്ള തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ലോകത്ത് നിന്ന് സന്തോഷ അംഗീകാരം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപക്ഷെ പട്ടിണി കിടക്കേണ്ടി വരാം. എന്നാൽ ക്ഷേത്രം പോലെ കരുതേണ്ടവളെ സത്രം പോലെ കരുതി അവളെ വിറ്റ്, അവളുടെ ചാരിത്രം വിറ്റിട്ട് നീ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകുമെന്ന് അറിയുക. ഈ തീരുമാനം, ഇനി ആ ബിസിനസ് ചെയ്യില്ല എന്ന തീരുമാനം, ആര് കളിയാക്കിയാലും നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും തുടരരുത്. ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കഞ്ഞി കുടിപ്പിക്കാൻ കർത്താവിനറിയാം. വാ തുറന്നവൻ ഭക്ഷിക്കാൻ തരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ തീരുമാനം ഇവിടെ നിന്ന് പോകുമ്പോൾ മാറരുത്. ഒരു ധ്യാനം കൂടണം. ഒരു സ്ഥലത്തേക്ക് ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. അവർ അന്നല്ല പോയത്, പിന്നീടുള്ള സമയങ്ങളിൽ അവർ ധ്യാനത്തിന് പോയി. വലിയ മാനസാന്തര അനുഭവത്തിലൂടെ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന അനുഭവത്തിലൂടെ ഇന്ന് അവർ മുന്നേറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാ മഹത്വവും ഈശോയ്ക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ സാമ്രാജ്യം വലുതായി, സാത്താൻ്റെ സാമ്രാജ്യം തകർന്നു. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവർ തളർന്നില്ല. തളരാതെ ഇപ്പോൾ ആ ഒരു സ്ഥലം അവർ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാർത്ഥനയ ആലയമാക്കിയിട്ട് മാറ്റാനാണ്. ഇപ്പോൾ ഈ കുറേ നാളുകളായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല അവരായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവരുടെ നമ്പറുകളും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയാം, ലോകത്തിൻ്റെ നെടുന്തൂണുകളായി അത്യഘാതത്തിലേക്ക് നമ്മളെ തള്ളിയിടാനായിട്ട് മടിയില്ലാത്ത പിശാച്ചിൻ്റെ ദുർപ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കരുത്. എല്ലാറ്റിനെയും കരുതുന്നവൻ, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവൻ, മനുഷ്യരാജാക്കന്മാരാണെന്ന് മനുഷ്യൻ പറയുന്നവരുടെ മുൻപിൽ അവരെക്കാൾ വലിയവനായി നിൽക്കാൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ. കുഞ്ഞേ, നീ ചെയ്യുന്ന ഇപ്പോഴത്തെ നിൻ്റെ വ്യാപാരങ്ങളിൽ തിന്മയുണ്ടെങ്കിൽ അത് നിർത്താൻ, അത് സ്റ്റോപ്പ് ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. നീ അതിന് ശ്രമിക്കണം. നീ തീരുമാനിക്കണം. നീ തീരുമാനിക്കുന്ന സമയം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അതിനുള്ള കൃപ ഈശോ തമ്പുരാൻ നിനക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കുഞ്ഞെ നിന്നെ ചേർത്ത് പിടിച്ച് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമാക്കി മാറ്റട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.